ഇനി ഒരു ദിവസം പാറനമ്പി പറഞ്ഞതുപോലെ പാറനമ്പിയുടെ പിരിവുകാരനായ അലിമരക്കാർ അങ്ങനെ നികുതി പിരിച്ചെത്തിയത് തൻ്റെ കുടുംബക്കാരുടെ അടുക്കലായിരുന്നു. പാറനമ്പിയുടെ കുടുംബക്കാരുടെ അടുക്കലായിരുന്നു. കുടുംബക്കാർ പറഞ്ഞു, ഞങ്ങൾ പാട്ടം തരില്ല, ഞങ്ങൾ നികുതി തരില്ല, ഞങ്ങൾ പാറനമ്പിയുടെ കുടുംബക്കാരാണ്. പക്ഷേ അലിമരക്കാർ നിങ്ങൾ ആരുടെ കുടുംബക്കാരായാലും ശരി, പാറനമ്പി എന്നോട് എങ്ങനെയാണോ പാട്ടം വസൂലാക്കാൻ പറ്റുന്നത് അങ്ങനെ പാട്ടം പിരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ പാട്ടം നികുതി തന്നേ മതിയാകൂ എന്ന് അലിമരക്കാർ പറഞ്ഞെങ്കിലും അവർ അതിന് കൂട്ടാക്കിയില്ല. ഞങ്ങൾ നമ്പിയുടെ കുടുംബക്കാരാണെന്ന് പറഞ്ഞ് മുഖം തിരിക്കുകയാണ്. ഉടനെ തന്നെ അലിമരക്കാർ എന്താണ് ചെയ്തെന്നറിയണ്ടേ? അവരിൽ നിന്നും ഒരാളെ പിടിച്ചു കൊണ്ടുപോയി വിൽക്കുകയാണ്. വിറ്റു എന്ന് മാത്രമല്ല, അങ്ങനെ നികുതിയുടെ കാശ് വസൂലാക്കി. ഈ സമയം പാറനമ്പിയുടെ കുടുംബക്കാരൊക്കെ അതാ പാറനമ്പിയുടെ അടുക്കലേക്ക് കൊട്ടാരത്തിലേക്ക് ആർപ്പുവിളിയും അട്ടഹാസവുമായി വരികയാണ്. ഞങ്ങളുടെ അടിമയെ പിടിച്ച് നിങ്ങളുടെ നികുതി പിരിവുകാരൻ വിറ്റിരിക്കുന്നു എന്നുള്ള വിവരം അതാ പാറനമ്പിയുടെ അടുക്കൽ എത്തിയെന്ന് മാത്രമല്ല, ഒടുക്കം ഷഹീദാവാൻ സബബുന്നും നീ ഒരു നാൾ മാറുകര പതി തന്നിന്നേ പിടിത്തോരാടി മാബി ടവർ മാടങ്കൈ ഭീരക പാതി ഊരാർ കരീശം പൊങ്കൈ. അലിമരക്കാർ നികുതി തരില്ല എന്ന് പറഞ്ഞപ്പോൾ അടിമയെ ബലമായി കൊണ്ടുപോയി വിറ്റ് നികുതിയുടെ കാശ് വസൂലാക്കിയപ്പോൾ പാറനമ്പിയുടെ കുടുംബക്കാർ മുഴുവൻ പാറനമ്പിയുടെ കൊട്ടാരത്തിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഏതായാലും എന്നിട്ട് അവർ പറയുന്നു, മുൻകാലമീലങ്ങൾ പതിയിൽ തൊല്ല മുന്നോറൊരു പേരും ചെയ്തതില്ല എങ്കിൽ സബും ഇന്തേ തല തടിമാ എല്ലോ നമ്മിൽ ചെയ്താൽ മഹാ കൊടുമക്കിനി ജോനക്കാരുത്തർ തന്ന കൊല്ലാതിരിക്കൽ കേടാനേകം മന്ന. അങ്ങനെ പാറനമ്പിയുടെ അടുക്കൽ ചെന്ന് വിവരം ധരിപ്പിക്കുകയാണ്. എന്താണ് വിവരം ധരിപ്പിച്ചത്? ഇനി ജോനകരെ ഇവരെ ഇവിടെ നിർത്തിയാൽ നമുക്ക് മോശമാണ്, കേടാണ്. അതുകൊണ്ട് ബലമായി ഞങ്ങളുടെ അടിമയെ കൊണ്ടുപോയി വിറ്റ ഇവർക്ക് തക്കതായ പ്രതിഫലം, അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണമെന്ന് പാറനമ്പിയോട് കുടുംബക്കാർ പറഞ്ഞു എന്ന് മാത്രമല്ല, അടവേ മോളിന്തേറ്റം മുതലും നൽകി അത് കേട്ടുടൻ മന്നൻ ചിലരോടേകി കാടുവാനവനെ ഞാൻ വിളിക്കുന്നുണ്ട് കാതിത്തിങ്കുമൈ കൂടെ വരുവീൻ കൊണ്ട്. കുടുംബക്കാരായ ആളുകൾ പാറനമ്പിയുടെ അടുക്കൽ വന്ന് ഈ വിവരം പറഞ്ഞു. ഒന്നും അലിമരക്കാരറിയില്ല. അലിമരക്കാർ സാധാരണ പതിവ് പോലെ തൻ്റെ പാട്ടം പിരിക്കുന്ന നികുതി പിരിക്കുന്ന ജോലിയിലാണ്. അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുവരാൻ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. നമ്പി എന്ന് പറയാൻ ഒരു പട്ടാളക്കാരനെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അലിമരക്കാർ പാട്ടം പിരിച്ചെത്തി അവിടെ ചെന്നുകൊണ്ട് പട്ടാളക്കാരൻ പറഞ്ഞു, നിങ്ങളെ നമ്പി വിളിക്കുന്നുണ്ട്, ഉടനെ കൊട്ടാരത്തിൽ ഹാജരാകണം എന്ന് പറഞ്ഞപ്പോൾ അലിമരക്കാരതാ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധാരണ കയ്യിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാളും ഒരു പരിചയമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു തൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി. അതുമായി പാട്ടം പിരിക്കുന്ന അവിടെ നിന്നും പട്ടാളക്കാരൻ്റെ കൂടെ മഹാനായ അലിമരക്കാർ അതാ പാറനമ്പിയുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. രംഗം ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. പ്രിയമുള്ളവരെ, വിട കെട്ടവർ പോയി വിണ്ടരുൾ കെട്ടതായി വേഗം പുലിയണ്ണൂർ പുറപ്പെട്ടതായി. വിട കെട്ടവർ പോയി വിണ്ടരുൾ കെട്ടതായി വേഗം പുലിയണ്ണൂർ പുറപ്പെട്ടതായി. പട്ടാളക്കാരൻ ചെന്ന് വിവരം പറഞ്ഞു, നമ്പി വിളിക്കുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ അലിമരക്കാർ പാട്ടം പിരിക്കുന്നത് അവിടെ നിർത്തിക്കൊണ്ട് പട്ടാളക്കാരൻ്റെ കൂടെ പാറനമ്പിയുടെ ആസ്ഥാനത്തേക്ക് അതാ അതിവേഗത്തിൽ അതിശീഘ്രം കുതിച്ചുകൊണ്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.